അങ്ങനെ നമ്മുടെ പുൽക്കൂടിന്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും വീട്ടില് ക്രിസ്മസിന് പുൽക്കൂട് വെച്ച് കരോളൊക്കെ വന്ന് പോയിട്ടുണ്ടാവൂലേ. ഞാനാണെങ്കിൽ ക്രിസ്മസിന്റെ അന്നെങ്കിലും പുൽക്കൂട് വെക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴാണ് പണി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എനിക്ക് അതിനുള്ള സാധനങ്ങൾ കിട്ടിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഞാൻ ആദ്യം തെർമോക്കോൾ വെച്ചിട്ട് ചെയ്യാനാണ് ഓർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തുന്ന ഇത് വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. എന്താവും എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഇത് എന്താവും എങ്ങനെയാവുന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് അവസാനം വരെ നോക്കാല്ലേ. ചിലപ്പോൾ ശരിയായി വന്നാൽ നിങ്ങൾക്കറിയാവോ, എൻ്റെ കെട്ടിയൊരു ഒറ്റ നിർബന്ധത്തിലാണ് ഞാൻ തന്നെ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർ മേടിക്കാൻ ഷോപ്പിൽ പോയപ്പം അവിടെ പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 350 റുപ്പീസ് തൊട്ടിട്ടാണ് പുൽക്കൂടിന് റേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, വേണ്ട കുഞ്ഞിനാണ് തന്നെ പുൽക്കൂട് ഉണ്ടാക്കിയാൽ മതിയെന്ന്. എന്താണെന്ന് അറിയത്തില്ല, എന്നോട് ഭയങ്കര സ്നേഹമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും, ഭയങ്കര ഇഷ്ടം ആൾക്ക്. അപ്പം അങ്ങനെ ഞാൻ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ മനുഷ്യൻ സമ്മതിച്ചില്ലാന്നേ. എനിക്ക് പൊതുവേ ഈ സംഭവം ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ടായിരിക്കണം മേ ബി എൻ്റെ അടുത്ത് മേടിക്കണ്ടെന്ന് പറഞ്ഞത്. വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടുണ്ടാവും. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പം ശരി തന്നെയാണ്, വെറുതെ ഒരു ദിവസത്തിന് വേണ്ടി മേടിച്ച് വെച്ചിട്ട് പൈസ കളയണ്ടല്ലോ. അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ മേൽക്കൂര ഒന്ന് സെലോ ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്തത് നമ്മുടെ പെയിന്റ് അടിക്കുന്ന സെക്ഷൻ ആയിരുന്നു. അങ്ങനെ അതും ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നേ. ബ്രൗൺ കളറാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ബ്രിക്സ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ കുറച്ചും കൂടെ പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ. അത് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.